ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാമാണ് വിശേഷങ്ങൾ? ഞാനിന്ന് മുന്നിൽ വന്നത് നമ്മുടെ ഫോണിലുള്ള മുമ്പേയുള്ള സെറ്റിങ്സ് ആണ്. നമുക്ക് ധൈര്യത്തിൽ നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും ധൈര്യത്തിൽ ഫോൺ കൊടുക്കുക. ഈ ഒരൊറ്റ ഒരു സെറ്റിങ്സ് മാറ്റിയാൽ മാത്രം മതി. ആ സെറ്റിങ്സ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മക്കൾക്ക് ഇപ്പം ക്ലാസ് കാണാൻ കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും കൊടുക്കുന്ന നമ്മളെ ഫ്രണ്ട്സുകൾക്ക് ഫോൺ ചെയ്യാൻ കൊടുക്കുന്നതാണ്. ആരെങ്കിലും ചിലപ്പോൾ ചോദിക്കും ഒരു കോൾ വിളിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം പറഞ്ഞ് ഫോൺ വാങ്ങിയിട്ട് മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മളെ ഗാലറിയിലേക്കെല്ലാം പോയിട്ട് നമ്മളെ ഫാമിലി ഫോട്ടോകൾ നോക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളിലുണ്ടാവാം. അപ്പോൾ നമ്മളെ അവർ എന്തിനാണ് ആവശ്യപ്പെട്ടത്? കോൾ വിളിക്കാനാണെങ്കിൽ ആ കോൾ വിളിക്കാൻ മാത്രമേ എന്ത് ചെയ്യൂ അവർക്ക് പറ്റൂ. അതല്ല യൂട്യൂബിൽ എന്തെങ്കിലും നോക്കാനാണെങ്കിൽ ആ യൂട്യൂബ് നോക്കാൻ മാത്രമേ പറ്റൂ. ഇപ്പോൾ മക്കൾക്ക് ക്ലാസ് കാണാൻ മാത്രമേ പറ്റൂ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമുള്ള ആ ആപ്പ് മാത്രം പിൻ ചെയ്ത് വെക്കുക. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ സെറ്റിങ്സ് കാണിച്ചു തരാം. എല്ലാ ആളുകളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ സെറ്റിങ്സിലേക്ക് പോകാം. എങ്ങനെയാണ് ആ സെറ്റിങ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരെ അതിനു വേണ്ടി ഫോൺ ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിലേക്ക് പോവുക. നേരെ ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നേരെ അടിഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അതർ സെക്യൂരിറ്റി സെറ്റിങ്സ് കാണാം. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോണ് സാംസങ്ങിൻ്റെ ഫോണാണ്. നിങ്ങളുടെ ഫോണുകളിൽ നിങ്ങളുടെ ഫോണ് ചിലപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. ചില ഫോണുകളിൽ ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വന്ന പിൻ വിൻഡോസ് എന്ന് കാണാം. ഈ പിൻ വിൻഡോസ് നമ്മൾ ഇവിടെ ഇനേബിൾ ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ നമ്മളൊരു സുഹൃത്തോ ആരെങ്കിലും കോൾ ചെയ്യാനാണെങ്കിൽ നമ്മളെ ഫോൺ ആവശ്യപ്പെട്ടതെങ്കിൽ ആ കോൾ കോണിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ മൂന്ന് വരയിലേക്ക് ഒന്ന് അടിച്ചാൽ ഈ ഇതുപോലെ വരുമല്ലോ നമ്മളെ ഫോണുകളിൽ. ചില ഫോണുകളിലും വേറെ രീതിയിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഐക്കണിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് ആപ്പ് ഇൻഫോ അങ്ങനെയുള്ള അടിഭാഗത്തേക്ക് വന്ന് പിൻ ദിസ് ആപ്പ് എന്ന് കാണാം. പിൻ ദിസ് ആപ്പ് എന്നുള്ള അതിനകത്തേക്കൊന്ന് ഞെക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇതിന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് പിന്നിടുന്ന് കാണിക്കും. അപ്പോൾ അത് പിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫോൺ കൊടുത്ത ആൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് പോകാൻ നോക്കിയാൽ എന്താവില്ല, എനിക്ക് പറ്റില്ല. പക്ഷേ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് പുറത്ത് പോകാൻ ഒരിതുണ്ടല്ലോ. ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്ക് ഈ ലെഫ്റ്റിലേക്കുള്ള എറോ മാർക്കും ഈ 3 വരയുണ്ടല്ലോ, ഈ ഡോട്ട്, അതും കൂടി ഒപ്പരം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് പുറത്ത് പോകേണ്ടത്. ആപ്പ് അൺപിന്നഡായി. അപ്പോൾ ഇനി പുറത്ത് പോകാൻ പറ്റും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിനാണ് വീണ്ടും നമ്മൾ അതേ സെറ്റിങ്സിലേക്ക് പോകുന്നു. ഇവിടെ ബയോമെട്രിക് സെറ്റിങ്സ്, വീണ്ടും അതർ സെക്യൂരിറ്റി സെറ്റിങ്സ്. ഈ പിൻ വിൻഡോസ് എന്ന് പറയുന്ന ഈ പിൻ വിൻഡോസ് എന്ന് എഴുതിയ എഴുത്തിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ആസ്ക് ഫോർ പാസ്വേഡ് ബിഫോർ അൺപിന്നിങ് എന്ന് കാണിക്കും. അപ്പോൾ അതിനകത്തേക്കൊന്ന് ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതുപോലെ ഈ 3 ഇതിലേക്ക് അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഐക്കണിൽ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പിൻ ദിസ് ആപ്പ് എന്നുള്ള ഇതിലേക്ക് അടിച്ച് ഇതിന് ഓക്കെ കൊടുത്തു. അപ്പോൾ ആ പിന്നിടുന്ന് കാണിച്ച്. അപ്പോൾ ഓക്കെ. ഇനി ഈ യൂട്യൂബാണ് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ, യൂട്യൂബ് ക്ലാസ് കാണാനാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾ പുറത്തേക്ക് പോകണം. ചിലർ വാട്സപ്പ് എടുത്ത് കളയണം, അല്ലെങ്കിൽ വേറൊരു കോൾ വിളിച്ച് കളയണം, അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ആപ്പിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഇനി ഇത് ഈ രീതിയിൽ ഈ ലെഫ്റ്റിലേക്കുള്ള ഏരോ മാർക്ക് പിന്നെ ഞെക്കിപ്പിടിച്ച് ഈ 2 ഭാഗവും ഞെക്കിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല. നേരെ സെക്യൂരിറ്റിയിലേക്കാണ് വരിക. ഒന്നുകിൽ പാസ്വേഡ് അടിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ്, അല്ലെങ്കിൽ ഫേസ് ലോക്ക്. ഈ 3 ചെയ്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചാണ് തുറക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ഇനി നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഏറോ മാർക്ക് ഞെക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുറത്തു പോകാൻ പറ്റും. ഇതാ അത്രേ പണിയുള്ളൂ. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഉപകാരമുള്ളൊരു സെറ്റിങ്സാണ് ഇത്. മുമ്പേ ഉള്ള സെറ്റിങ്സാണ്. പിന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും സലാം.